കാലങ്ങളായി അടിഞ്ഞുകൂടിയ എക്കലും മണലും നീക്കം ചെയ്യുന്നില്ല. തെന്മല ഡാമിന്റെ സംഭരണശേഷിയെ വൻതോതിൽ ബാധിക്കുന്നതായി വിലയിരുത്തൽ. സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ശീതസമരമാണ് ഡാമിലെ എക്കലും മണലും നീക്കം ചെയ്യാത്തതിന് പിന്നിലെന്ന് ആക്ഷേപമുണ്ട്. വേനൽക്കാലത്ത് തെക്കൻ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സും കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചന മാർഗവും തെന്മല ഡാമാണ്. ഡാമിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ നീക്കം ചെയ്താൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാമെന്നിരിക്കെ വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ചുവപ്പ് നാടയാണ് പദ്ധതിക്ക് തടസ്സമാകുന്നത്. ഡാമിന്റെയും അനുബന്ധ കനാലുകളുടെയും പൂർണ്ണ ചുമതല ജലവിഭവ വകുപ്പിനാണെങ്കിലും ഡാം സ്ഥിതി ചെയ്യുന്ന വനമേഖലയുടെ നിയന്ത്രണം വനം വന്യജീവി വകുപ്പിനാണ്. കൂടാതെ പ്രദേശത്തെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമെന്ന നിലയിൽ ടൂറിസം വകുപ്പിന്റെ ഇടപെടലുകളുമുണ്ട്. വകുപ്പുകൾ തമ്മിൽ കൃത്യമായ ഏകോപനമില്ലാത്തതും അനുമതികൾ ലഭിക്കാനുള്ള കടുത്ത നിബന്ധനകളുമാണ് എക്കൽ ഖനന പ്രക്രിയ വൈകിപ്പിക്കുന്നത്. വർഷങ്ങളായുള്ള പ്രളയങ്ങളിലും ഉരുൾപൊട്ടലുകളിലും ഒലിച്ചു വന്ന ടൺ കണക്കിന് മണ്ണും ചെളിയുമാണ് ഡാമിന്റെ അടിത്തട്ടിലുള്ളത്. ഇത് ഡാമിന്റെ യഥാർത്ഥ സംഭരണശേഷി പകുതിയോളമായി കുറച്ചതായാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സംഭരണശേഷി കുറയുന്നത് വഴി മഴക്കാലത്ത് ആവശ്യത്തിന് വെള്ളം സംഭരിക്കാൻ കഴിയാതെ വരികയും വേനൽ കടുക്കുമ്പോൾ കനാലുകളിൽ വെള്ളം തുറന്നുവിടാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകുന്നു. ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ ഡാം പെട്ടെന്ന് നിറയുകയും ഷട്ടറുകൾ ഉയർത്തേണ്ടി വരികയും ചെയ്യുന്നത് കല്ലടയാറിന്റെ തീരങ്ങളിൽ വലിയ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം കാണാൻ MLA ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. ഡാമിൽ നിന്ന് എക്കലും മണലും ശാസ്ത്രീയമായി നീക്കം ചെയ്താൽ സർക്കാരിന് വലിയൊരു തുക റവന്യൂ വരുമാനമായി ലഭിക്കുമെന്നിരിക്കെയാണ് ഈ അനാസ്ഥ. കുടിവെള്ള ജലസേചന പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനായി ജലവിഭവ വനം ടൂറിസം വകുപ്പുകൾ സംയുക്തമായി യോഗം ചേർന്ന് അടിയന്തരമായി അനുമതികൾ ലഭ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തെന്മല.